മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഡു ദേ മിസ് യു റൈറ്റ് നൗ എന്നുള്ളതാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജനറൽലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഡു ദേ മിസ് യു ആസ് യു ഡു. നിങ്ങൾ മിസ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? ഡു ദേ മിസ് യു റൈറ്റ് നൗ. ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ? ഓക്കേ ഓക്കെ, തീർച്ചയായിട്ടും ഇപ്പോൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഉള്ളത് എന്നുള്ളതാണ്. ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് പ്രോബ്ലംസ് ഈ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ടാണ് കാണുന്നത്. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് എങ്കിൽ പോലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഓക്കെ, പക്ഷേ അതൊക്കെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനെങ്കിലും ഒരു അബൻഡൻസ് അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഈ രീതിയിൽ എന്നും തുടർന്ന് പോവില്ല. കോൺസ്റ്റൻ്റായിട്ട് ഒരു കാര്യങ്ങളും ലൈഫിൽ നിലനിൽക്കില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഉള്ള സാഹചര്യത്തെ ഓർത്ത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ വിലയിരുത്താൻ പാടില്ല. തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഒരുപാട് മാറ്റങ്ങൾ, ബ്ലോസമിങ് അബൻഡൻസ് ആണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് യെസ്, ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർത്തും അവർ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. മീൻസ് അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരിക്കാം. ഇതൊക്കെയും അവർ കൂടുതലായിട്ട് ചിന്തിക്കുന്ന മൊമെൻറ്റ്സ് തന്നെയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അവർക്ക് നിങ്ങളോട് തുറന്ന് സംസാരിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അവർ ശക്തമായിട്ട് തന്നെ നിങ്ങളേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത്. അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ബാക്ക് ടു നോർമൽ ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, അതായത് മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ അവർ സ്വീകരിച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ഓൾറെഡി പലരുമായിട്ടും ഈ വ്യക്തി ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ റിലേഷൻഷിപ്പിനെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് മാറ്റാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സിനോടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലോടായിരിക്കാം അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. പക്ഷേ അതിൻ്റെ എല്ലാം റിസൾട്ട് പോസിറ്റീവായിട്ടാണ് ഈ വ്യക്തിയുടെ ലൈഫിൽ വരാൻ പോകുന്നത്. ആൻഡ് ഇപ്പോൾ അവർ ആ ഒരു സിറ്റുവേഷനെ തരണം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം നിങ്ങളില്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നുണ്ടാവില്ല. ഓക്കെ, അവർ ഒരു ഗൈഡൻസിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. കാരണം അവർക്ക് മുന്നോട്ടുള്ള വഴി അടഞ്ഞ പോലെ അവർക്ക് ഫീൽ ചെയ്യാണ്. അവർക്ക് നിങ്ങളില്ലാതെ അവരുടെ ലൈഫിൻ്റെ ഒരു പാർട്ട് തന്നെ നഷ്ടപ്പെട്ട പോലെ അവർക്ക് ഫീൽ ചെയ്യാണ്. ആൻഡ് അവർക്ക് എന്താണ് ടോട്ടലി ആ ഒരു മിസ് ഫീലിങ്സ് ഇവിടെ നമുക്ക് പറയുന്നുണ്ട്. അതിന് ഒരു ആൻസർ തന്നെയാണ് ഓരോ കാർഡും നമുക്കിവിടെ തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ചസ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഓൾറെഡി. അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ ഇനി അവർ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചേഞ്ച് അവരിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. ആൻഡ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ ശക്തമായിട്ടുള്ള പ്രതിബന്ധമാണുള്ളത്. അതായത് തേർഡ് പാർട്ടി എനർജി വളരെ ശക്തമായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾക്ക് ആ ഒരു ഏഞ്ചലിക് സപ്പോർട്ട് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ആവശ്യമെന്ന് പറയുന്നത് കുറച്ച് ടൈം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു പേഷ്യൻസ് വേണം. നിങ്ങൾ എടുത്തു ചാടി ഒരു തീരുമാനങ്ങൾ എടുക്കാൻ വരട്ടെ, കുറച്ച് സമയം കൂടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ കൊടുക്കുക. അവർക്ക് ഒന്ന് ചിന്തിക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു സ്പേസ് നിങ്ങൾ കൊടുക്കുക. അവർ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നൊരു വ്യക്തി ആയിരുന്നു സ്റ്റാർട്ടിങ് ടൈമിൽ. അതായത് അവർക്ക് സ്വന്തമായിട്ട് അഭിപ്രായത്തിൽ അവർ ഉറച്ചു നിൽക്കാത്ത വ്യക്തികളായിരുന്നു. സോ അവർ പലരുടെയും ഒപ്പീനിയൻ കേട്ട് ചിലപ്പോൾ ഒരു കൺഫ്യൂഷനിലായി പോയിരുന്നിട്ടുണ്ടാവാം. അതിൻ്റെ പേരിലൊക്കെ സെപ്പറേഷനിലൊക്കെ പോയ വ്യക്തികളുണ്ട്. പക്ഷെ ശരിക്കും നിങ്ങൾ രണ്ടുപേരും തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നുള്ളൂ.
സോ നിങ്ങൾ കുറച്ച് അലർട്ടായിട്ടിരിക്കുക. ആ വ്യക്തി നിങ്ങളോട് ഓപ്പണായിട്ട് സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഓരോ വ്യക്തിക്കും ഒരു അവസരം കൊടുക്കുക. ആൻഡ് ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഈ ഒരു സെപ്പറേഷനിൽ വന്ന സമയം മുതൽ അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവരുടെ അത്രയും അവരുടെ മനസ്സ് കീറി മുറിക്കപ്പെട്ട രീതിയിലുള്ളൊരു പെയിൻ അവർ അനുഭവിക്കുന്നുണ്ട്. ആ ഒരു സെയിം പെയിൻ നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്, ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. പല രീതിയിൽ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ വളരെ ശക്തമായിട്ട് കാണുന്നത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മറ്റൊരു വ്യക്തി വരുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണ് ഒരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഈ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് പലരുടെയും അഭിപ്രായങ്ങൾ പല കാര്യത്തിലും ചോദിക്കുന്നൊരു വ്യക്തിയാണ്. സ്വന്തമായിട്ടുള്ള അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാൻ മടിയുള്ളൊരു വ്യക്തിയാണ്. അതിൻ്റെയൊക്കെ പേരിലാണ് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിപ്പോയിട്ടുള്ളത്. അതെല്ലാം തന്നെ നിങ്ങളുടെ അവരുടെയും മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ആണെന്ന് കാണുന്നുണ്ട്. ഒരുപാട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പലപ്പോഴും നിങ്ങൾക്കിടയിൽ മറ്റൊരാളോട് കൂടി അത് ഷെയർ ചെയ്തു എന്നുള്ളൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. എല്ലാവരുടെയും കാര്യത്തിലല്ല. അതായത് നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യാനുണ്ടായിരുന്ന കാര്യങ്ങൾ അവർ മറ്റൊരാളോട് കൂടി പറഞ്ഞു. അത് ചിലപ്പോൾ ഒരു ഇഷ്യൂ ആയിട്ട് സെപ്പറേഷനിലേക്ക് പോയിട്ടുണ്ടാവാം. അതൊക്കെ ആ വ്യക്തിയുടെ തന്നെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് തന്നെയാണെന്ന് അവർ അംഗീകരിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവരിനി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് അവരുടെ തെറ്റ് സമ്മതിച്ച് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നതായിരിക്കാം. ഒരു പക്ഷേ റിലേഷൻഷിപ്പ് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും മനോഹരമായ രീതിയിൽ റീക്രിയേറ്റ് ചെയ്യപ്പെടാം. സോ നിങ്ങൾ കുറച്ചൊന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ആൻഡ് യെസ്, ഇപ്പോൾ ഒരു അവസരമാണ് നിങ്ങൾക്ക് മുന്നിൽ വരുന്നത്. ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ വരാനിരിക്കുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം നിങ്ങൾക്കുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ ഒരു പക്ഷേ വ്യക്തിയുമായിട്ടുള്ളൊരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ഒരു ക്ഷമയോടുകൂടി ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ളൊരു അവസരം കൊടുക്കുക. അവർ കേൾക്കാനായിട്ടുള്ള ഒരു സമയം കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.